അപ്പോൾ നൈറ്റ് കെയർ റുട്ടീനൊക്കെ ദിവസം ചെയ്യാറുണ്ടല്ലോ, എന്നും ചെയ്യുക. ശീലിക്കുന്ന കാര്യങ്ങൾ ഡെയിലി അത് ഫോളോ ചെയ്യുക. ഞാനും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നില്ല, നമ്മുടെ മച്ചടി വല്ലാത്തൊരു മണമാണ്, പക്ഷേ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. വീക്ക്ലി ത്രൈസ് എങ്കിലും ചെയ്യുക. ഞാനപ്പോൾ ഒരു 2 ഡേയ്സ് മുന്നേ ചെയ്തു. അപ്പോൾ ഇന്നത്തെ റുട്ടീൻ നൈറ്റ് ആണെങ്കിലും ചെയ്തിട്ട് കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡ്രിങ്ക് ഞാൻ പറഞ്ഞുതരാം. മിക്കവർക്കും മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ ലെമൺ ജ്യൂസ് പറ്റാത്ത കാര്യമാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലം, ആസിഡിക് പ്രോബ്ലം, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് പലർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഡ്രിങ്ക്, അതായത് സ്കിന്നിനും ഹെയർ ഫോൾ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. എന്തൊക്കെയാണെന്നല്ലേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വരുന്ന കരിക്കിൻ വെള്ളം എടുക്കുക. എൻ്റെ കോക്കനട്ട് എപ്പോഴും സ്കിന്ന് നല്ലതാണ്. പിന്നെ സ്റ്റോൺ പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കരിക്കും വെള്ളം എടുക്കുക. 1/2 ഗ്ലാസ് വരുന്ന കരിക്കും വെള്ളം, അതിലേക്ക് ഒരു 6-7 മുന്തിരി എന്ന് പറയുന്നത് തലേ ദിവസം കുതിർക്കാൻ വയ്ക്കുക. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് വേണം എടുക്കാൻ. അപ്പോൾ കരിക്കും വെള്ളം എടുത്തു. പിന്നെ വേണ്ട നമ്മുടെ റൈസൻസ് മുന്തിരി എടുത്തു. പിന്നെ വേണ്ടുന്ന ഒരു 1/4 സ്പൂൺ വരുന്ന ഫ്ലാക്സ് സീഡ്. ഒമേഗ 3 ഉള്ളത് ഫ്ലാക്സ് സീഡിലാണ്. അപ്പോൾ സ്കിന്നിനും ഹെയറിനും ഒമേഗ 3 വേണം. അപ്പോൾ അതെടുക്കുക. അതിനുശേഷം ഒരു കുഞ്ഞ് പീസ് വരുന്ന ജിഞ്ചർ, ഡ്രൈ ആണെങ്കിൽ ഡ്രൈ, ഇല്ലെങ്കിൽ അല്ലാതെ എടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വരുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം കോക്കനട്ട് വാട്ടർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, മിക്സിയിൽ അടിക്കാൻ, അത് മതി. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തതിന് ശേഷം പിന്നെ വരുന്ന ചിയാ സീഡ്, സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചിയാ സീഡ് 1 സ്പൂൺ സോക്ക് ചെയ്തിട്ട് വേണം. ഒരു അരമണിക്കൂർ മുന്നെങ്കിലും സോക്ക് ചെയ്ത് വെക്കുക. ചിയാ സീഡ് ഒരു കുറച്ച് ആവശ്യത്തിന് ഒരു 1/4 സ്പൂൺ മതി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ച് വെക്കുക. ഇതൊന്നും ഗ്യാസ്ട്രിക് ഇഷ്യൂ അല്ലല്ലോ. അപ്പോൾ മോർണിംഗ് കുടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് ഇത്രയുമാണ്. എല്ലാം ഹെൽത്ത് ഇഷ്യൂസിനൊന്നും പ്രോബ്ലം വരാത്ത, ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം വരുന്നത്. നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കി. നിങ്ങളുടെ സ്കിന്നിനും ഹെയറിനും നല്ലതാണോ, ഹെയർ ഫോൾ കുറയുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കുക. ഒരു ദിവസം നമ്മുടെ ഹെയർ ഫോൾ മുടി എത്രത്തോളം കുറയുക. അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം ഒരു 2 വീക്സ് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഹെയർ ഫോൾ കുറയുന്നുണ്ടോ, സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടോ, അതൊന്ന് നോക്കി നോക്കി. അപ്പോൾ യൂസ് ചെയ്യാൻ മറക്കരുത്. ബെസ്റ്റ് ഡ്രിങ്ക്.